ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ടല്ലോ. ഞാൻ ഇന്നിപ്പോൾ വന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. വേടനും വേടർ മഹാസഭയും തമ്മിലുള്ള ഒരു കേസിൻ്റെ വിഷയമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ വേടർ മഹാസഭ എന്ന് പറഞ്ഞ ഒരു ദലിത് സംഘടന ഇത് ഒരു സംഘടനയാണ്. വേടനും ഒരു ദലിതനാണ് എന്നാണ് എൻ്റെ ധാരണ. ഈ വേടർ മഹാസഭ ഈ വേടനെന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെയാണ് കേട്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. വേടർ മഹാസഭയിലെ സകല, അതായത് ഏകദേശം കേരളത്തിലെ ജനസംഖ്യ അവരുടേത് 3.25 ലക്ഷം പേരാണ്. അതിലൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് മറ്റ് സമുദായത്തിലെ ദലിത് സംഘടനകളുടെ അംഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഇന്നലെ വേടൻ എന്ന പേര് ഹിരൺദാസ് മുരളി സ്വീകരിച്ചത്, അത് അയാളെ അടിച്ചേൽപ്പിച്ച ഒരു പേരാണ്, അയാൾ സ്വയം സ്വീകരിച്ചതല്ല എന്നിവിടെ ഈ വേടർ മഹാസഭ ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പൊതുജനം എന്ന് പറഞ്ഞാൽ വരേണ്യവർഗം വേടൻ എന്ന് ആക്ഷേപിച്ച് വിളിച്ച ഒരു പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ച്, അതായത് നിങ്ങളെ ഉയർത്തിയ ഒരു വ്യക്തിയാണ് ഈ ഹിരൺദാസ് മുരളി. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈഗോ, അതായത് നിങ്ങളുടെ സമുദായത്തിന് എന്തോ വലിയ ക്ഷീണം സംഭവിച്ച പോലെയാണ് നിങ്ങൾ കേസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കിട്ടണമെന്ന്. കാരണം ഈ വേടർ മഹാസഭയിലെ 35 ലക്ഷം 3.25 ലക്ഷം 3.25 ലക്ഷം ജനസംഖ്യ കേരളത്തിലെ ജനസംഖ്യ 3.25 ലക്ഷം വേടർ മഹാസഭ, അതായത് വേടൻ, മലവേടൻ, പിന്നെ മറ്റേ എന്തൊക്കെ ഉണ്ട്, അവർ ബൈക്കായിട്ടൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത്രയും ക്യാഷ് മതിയായിരുന്ന ഒരു ദലിതൻ്റെ കയ്യിൽ നിന്ന് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അയാൾ സ്വയം സ്വീകരിച്ചതല്ല, അയാളെ അടിച്ചേൽപ്പിച്ച ഒരു പേരാണ് ഈ വേടൻ എന്നുള്ളത്.